അസ്സലാമു അലൈക്കും. ഇത് നമുക്കിന്ന് പൂള കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് പൂള ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്ന പൂള കിച്ചടി എന്നാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഉമ്മാനെ കൊണ്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയും ഇത് പൂള ബെല്ലിട്ടതല്ലേ എന്ന് ചോദിക്കുള്ളൂ. ഇപ്പോൾ നമുക്കതിൽ യൂട്യൂബിൽ ഇപ്പോൾ അത് പേരിടാൻ പറ്റില്ലല്ലോ, പൂള ബെല്ലിട്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പൂള കിച്ചടി എന്നാണ് ഇട്ടിരിക്കണത്. ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. കുറച്ച് വെന്ത് വരുന്നുണ്ട്, പെട്ടെന്ന് വേകണ കിഴങ്ങാണത്, അതുകൊണ്ടാണത്. പിന്നെ ഇത് എത്രത്തോളം ശരീരത്തിന് നല്ലതാണെന്നൊക്കെ നിങ്ങൾക്കുള്ളത് അറിയാം. ചില ആൾക്കാർക്ക് പറ്റൂല, ശരീരത്തിന് പറ്റൂല, അപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാനിത് സാധാരണ വെച്ചാളും പൂളക്കിഴങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു രണ്ട് മൂന്ന് കഷ്ണം കിട്ടിയപ്പോൾ ഒന്നും കൊണ്ട് പൂള മസാല ഉണ്ടാക്കി. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് കൊതി തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല ഇപ്പോൾ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തലേൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷന് മുമ്പിട്ടതുപോലെ ഡോക്ടർമാരൊക്കെ അത് പറ്റില്ല, ഡോക്ടർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ അന്നൊക്കെ ഓരോ ഹോസ്പിറ്റലുകളിങ്ങനെ കയറി ഇറങ്ങി തന്നെ, എല്ലാ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങുമ്പോൾ അത് പറ്റില്ല. മൂക്ക് സാധാരണ കാണുമ്പോൾ ജലദോഷം പോലെ മൂക്കിൽ കൂടെ വെള്ളം വരികയാണ്. പക്ഷെ നോക്കുമ്പോൾ തലേൻ്റെ ചുറ്റുള്ള നമ്മുടെ മൂളൻ്റെ ചുറ്റുള്ള ഒരു ആവരണം ഉണ്ടത്ര, അത് പൊട്ടിയിക്കാൻ 2-3 ഭാഗത്ത് പൊട്ടിയിക്കണം. അപ്പോൾ അത് തല ഓപ്പറേഷൻ ചെയ്തിട്ട് തന്നെ ശരിയാക്കണം പറഞ്ഞു. ഇല്ല, അത് ഓപ്പറേഷൻ ചെയ്താലും ഒരു ഉറപ്പ് പറയണില്ല അവർ. നമ്മൾ ഒന്നില്ലെങ്കിൽ കോമയിലാവും, അല്ലെങ്കിൽ ഒരു ഉറപ്പ് പറയണില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോനെ കൊണ്ട് ആദ്യം പറഞ്ഞത്, എനിക്ക് മോന് ഓപ്പറേഷനൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ, ഇരിക്കുന്നിടത്തോളം കാലം ഇരിക്കാമല്ലോ. എനിക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊതികളൊക്കെ തിന്നാൻ തോന്നുന്നുണ്ട്, ഇട്ടാൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയാലെന്ന് പറഞ്ഞിട്ട് അവനൊരു ഇതുപോലെ ആക്കിയിട്ട്, തമാശ പോലെ ആക്കിയിട്ട് എനിക്ക് കുറച്ച് റംബൂട്ടാൻ, അന്നൊന്ന് റംബൂട്ടാൻ എന്താണെന്നൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്, റംബൂട്ടാൻ പേരറിയില്ലായിരുന്നു. അപ്പം ഞാനത് കൊറോണപ്പഴമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് വാങ്ങിച്ചേട്ടണം മോന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അത് അവനും എന്തൊക്കെയുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ മെഡിക്കൽ ഇവിടുന്ന് മറ്റേ ജൂബിലി പോയപ്പോൾ അവർ താക്കോൽ ദോര ശസ്ത്രക്രിയ ഉണ്ടല്ലോ, അതുവഴി ചെയ്ത് പരിഹരിച്ച് ലക്ഷങ്ങൾ ചിലവായി, ഓരോരുത്തരെ സഹായിച്ചിട്ടൊക്കെ എൻ്റെ ഓപ്പറേഷൻ നടന്നു. അപ്പോൾ എനിക്ക് അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ ബെറ്ററാണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊതി തോന്നിയേ വെക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ചിരവി, അതിൻ്റെ പാലെടുത്ത ശേഷം അതിൻ്റെ പീര നമുക്ക് എടുക്കണം. നമുക്ക് ഇതിലേക്ക് മധുരം, ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. വെള്ളം വേണ്ടിയിട്ട് വെല്ലിടാം. ഞാൻ പഞ്ചസാര ഇട്ടിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായി അരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്കിത് ഉടച്ചു കൊടുക്കാം. പഞ്ചസാര അരിഞ്ഞ് നല്ലതിൽ ചേർന്ന് കിട്ടണം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാലും പീരയും കൂടിയിട്ടുള്ളത് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് അടിയിൽ പിടിച്ചാൽ വേറൊരു ടേസ്റ്റായി മാറും. നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങയും പാലും പീരയൊക്കെ കൂടിയിട്ട് ഒന്നായിട്ട് അടിച്ചതാണത്. ഇളക്കി കൊടുക്കാം. അത് വീട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഉമ്മ ഇതൊക്കെ ഇപ്പോൾ വില കമ്മിയായിട്ടൊക്കെ കിട്ടുന്ന സമയമാണെങ്കിൽ അപ്പോൾ അത് വാങ്ങിച്ചിട്ടൊക്കെ ആയിരിക്കാം. ഞാൻ അന്നൊക്കെ ഒരു തടി വെപ്പിക്കണം, പ്രസവിച്ച് എണീച്ചാൽ തടി വെപ്പിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. ഇന്ന് പിന്നെ മക്കളിപ്പോൾ ആ തടി വെക്കരുത് എന്നുള്ളൊരിതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കാര്യമായിട്ട് കഴിക്കില്ല. അപ്പം അമ്മമാർക്കൊക്കെ അന്ന് ചോറ് കണ്ടമാനം ചോറ് തരിക. പിന്നെ ഇതായി തേങ്ങാപ്പാൽ, ഏകദേശം എല്ലാത്തിലും തേങ്ങാപ്പാൽ ചേർത്ത് തരും, നെയ്യും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തരും. അതുപോലെ പൂളിൻ്റെ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് തരിക. അധികം നമ്മൾ ഓവറായിട്ട് ചൂടാവണ്ട, തേങ്ങാപ്പാൽ പെരിയുള്ളൂ, മതി. കുറച്ച് നമുക്ക് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞു. ടേസ്റ്റിയായ പൂളക്കിച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താലേ അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക,
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.